നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം, എന്താ മേഡം കാണിക്കുന്ന? എന്താ രാജു? മാഡം എന്തിനാ നെറ്റില് സിന്ദൂരം തൊടുന്ന? എന്താ രാജു? രാജു എന്താ ഇങ്ങനെ ചോദിക്കുന്ന? അല്ല, ഇങ്ങനെ സിന്ദൂരം തൊടുന്നത് കല്യാണം കഴിഞ്ഞവരല്ലേ? അതെ. പിന്നെന്തിനാ മാഡം കുങ്കുമം തൊടുന്ന? കല്യാണം കഴിഞ്ഞതുകൊണ്ട്. മാഡം വേണ്ട, ഇത് ശരിയല്ല. മാഡത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ സഹായിക്കാമെന്ന് ഏറ്റത് അത് ശരിയാണ്. പക്ഷെ മാഡം ഈ കാണിക്കുന്നതൊന്നും എനിക്കങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. രാജു, നെറ്റിയില് സിന്ദൂരം തൊട്ടോന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? അതിലെന്താ തെറ്റ്? സീമന്തരേഖയില് സിന്ദൂരം ചേർത്തുന്നത് സുമംഗലികൾ ചെയ്യുന്ന കാര്യങ്ങളാ. മാഡം പക്ഷെ സുമംഗലിയല്ല. മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മാഡം. രാജു, ഈ സിന്ദൂരം രാജു എനിക്ക് ചാർത്തി തന്നാൽ അത് തെറ്റ്. ഇത് ഞാൻ തന്നെയല്ലേ തൊടുന്നത്, അതില് തെറ്റില്ല. പക്ഷെ മാഡം, നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുക. ഇത് മറ്റാർക്കും അറിയേയില്ല. ഞാനിപ്പോ സിന്ദൂരം നെറ്റിയിൽ ചാർത്താതെ പുറത്തിറങ്ങിയ ഓരോരുത്തരും ചോദിക്കും എന്താ സിന്ദൂരം ഇടാത്തെന്ന്. പറയാൻ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. അത് അപ്പോ എന്തെങ്കിലും കള്ളങ്ങളൊക്കെ പറയാം. ഓരോ പ്രാവശ്യവും എത്ര കള്ളങ്ങൾ പറയാൻ പറ്റും രാജു? പകരം ഇപ്പൊ ഇങ്ങനെ ചെയ്താ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. മാഡം, രാജു ടെൻഷൻ ആവണ്ട. ഇതിനെയും ഒരു അഭിനയമായിട്ട് കണ്ടാ മതി. പക്ഷെ പ്ലീസ് രാജു, എന്നെ വിശ്വസിക്ക്. ഒന്നും സംഭവിക്കില്ല. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ? ശരി, അച്ഛനും അമ്മയും റെഡിയായി നിൽക്ക. മാഡം താമസിക്കില്ലല്ലോ? ഇല്ല. ശരി, ഞാനെന്നാ ടാക്സി വിളിച്ചോണ്ടുവരാം. എന്റെ സീമന്ത രേഖയിൽ സിന്ദൂരം രാജു ചാർത്തി തരണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. എനിക്കറിയാം, ഒരിക്കൽ എന്റെ സീമന്ത രേഖയിൽ രാജു തന്നെ സിന്ദൂരം തൊടും. എനിക്ക് ഉറപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.